നാടകക്കാരൻ എന്നുള്ളത് ഉദയംപേരൂർ നടക്കാവ് എന്ന സ്ഥലത്താണ്. അതിൽ തുറവൂര് രാകേഷ് ജി ഉണ്ട്. അതായത് നമ്മുടെ സ്വന്തം എടയ്ക്ക എന്നുള്ള ആ വാദ്യോപകരണത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ആളാണ് തുറവൂർ രാകേഷ് ജി എന്നുള്ളത്. കാരണം ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇപ്പം ഇടയ്ക്കയുടെ വിവിധ ഭാഗങ്ങളാണ് അല്ലേ രാകേഷ് ഉള്ളത്. നമ്മൾ കാണുന്ന ഈ മനോഹരമായ ഇടയ്ക്ക് അത് ചമയിച്ച് പിന്നെ അത് എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നാടകക്കാരൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം അദ്ദേഹത്തോട്. നമസ്കാരം. നമസ്കാരം രാകേഷ്. ഓക്കെ. ഇടയ്ക്കയുടെ കുറ്റി. ഓക്കെ. കുറ്റി വട്ടത്തിൽ കോർക്കണം. അപ്പോൾ കുറ്റിയെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി സങ്കല്പമാണ് കുറ്റിക്ക്. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്ന് പറഞ്ഞൊരു ഇതാണ്, അതിനാണ് കുറ്റിക്ക്. അതിൽ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ പോലെയാണ് ഈ കുറ്റിയിലെ നാര്. ഇത് ജീവനാരെന്നാണ് ഇതിന്റെ പേര്. ജീവനാരൻ എന്ന് പറയുന്നത്. ഇത് പനനാരാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പനനാര്. അപ്പൊ പനനാരാണ് ഇവിടെ ആണി അടിച്ച് ഇത് ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. അങ്ങനെ. അപ്പൊ ഈ കുറ്റിയിൽ ഒരു ഇതുണ്ട്. അത് പ്ലാവിന്റെ. ഇതിനൊരു കഥയുണ്ട്. ഇടയ്ക്ക് തന്നെ ഒരു കഥയുണ്ട്. ശിവൻ ശൂരപത്മാവ് എന്ന് പറയുന്ന ഒരു മുനി, അദ്ദേഹം ശിവഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ശൂരപത്മാവ് എന്ന് പറഞ്ഞ ഒരുപാട് വാദ്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഗവേഷണം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശിവനോട് ചോദിച്ചു, താങ്കളുടെ ശൂലത്തിലുള്ള ഇത് വേണം, വേണമെന്ന്. ശിവൻ പറഞ്ഞു, അയ്യോ എനിക്കത് തരാൻ പറ്റില്ല, അതുപോലെ മറ്റൊരു വാദ്യം തരാം. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വാദ്യം ഒരു ഭൂമി സങ്കല്പത്തിന് ശിവൻ ഇട്ടതാണെന്നാണ് ഈ ഒരു ചെറിയൊരു നാഭി പോലുള്ളൊരു ചെറിയൊരു ശരീരത്തിന്റെ നാഭിയാണിത്. നാഭിയാണ്. ഒരു ശരീര സങ്കല്പമാണ് ഇതിനുള്ളത്. ഇത് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമി ശരീരം, അതിനുള്ള ഒരു ചെവിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവനാരം. ഇനി ഇതിനെ നമ്മൾ സൂര്യനും ചന്ദ്രനിലേക്കും എത്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭൂമി സങ്കല്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ മനോഹരമായുള്ള സങ്കല്പങ്ങൾ ഓരോ ആ വാദ്യോപകരണത്തിന്റെ പിറകിലുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദേവവാദ്യം എന്ന് വിളിക്കുന്നത്. ശരി. അതുകൊണ്ടാണ് അത്രയും ദൈവീകതയുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് സൂര്യൻ, ഏതാണ് ഇത് കൊട്ടുന്ന ഭാഗം സൂര്യനും ചന്ദ്രനും. അങ്ങനെ ഈ ചെണ്ടുള്ള ഭാഗമാണ് കൊട്ടുന്ന ഭാഗം. ഇത് സൂര്യൻ, മറ്റേത് ചന്ദ്രൻ. അങ്ങനെയാണ് സങ്കല്പം. അപ്പൊ ഇതിൽ 6 ശാസ്ത്രങ്ങളാണുള്ളത്. ഓരോ ഹോളിനെയും ഓരോ ശാസ്ത്രങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിസ്, വ്യാകരണം. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, 6 ശാസ്ത്രങ്ങളാണ് ഇതിന്റെ സങ്കല്പം. അതിന് ഈ 6 ശാസ്ത്രങ്ങളെ തമ്മിൽ 6 ശാസ്ത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമി സങ്കല്പത്തിലേക്ക് ഭൂമിയെ ഇങ്ങനെ കോർത്ത് ആ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാണ്. ഇരുവശത്തും ഒരു വശത്ത് സൂര്യൻ, ഒരു വശത്ത് ചന്ദ്രൻ. ഇനി അതിനെ കോർക്കാണ്. ഇടയ്ക്ക കോർക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ നൂല് ചരട് ഇങ്ങനെ ഒന്ന് അഴിച്ച് ഒന്ന് കോർത്ത് അങ്ങനെ വലിച്ചിപ്പോ ഇതിന്റെ ഇതിപ്പോ ശബ്ദം ഇല്ല, ഒന്നും കേൾക്കുന്നില്ല, വളരെ ശൂന്യമാണ്. ശരി. ഇതിനെ ഇങ്ങനെ കോർത്ത് ഇതിനെ ശബ്ദമാക്കാണ്, ശബ്ദം വരികയാണ്, ടൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനിങ്ങനെ ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിന് ശബ്ദം വന്നു. ഇതിങ്ങനെ ഇതിനെ ഓം നമഃ ശിവായ, പഞ്ചാക്ഷരി മന്ത്രം എന്നുള്ള ഇതിനെ ബന്ധിപ്പിക്കുക. ഇങ്ങനെ ഒരു 5 ഇതാണെന്നാണ് പറയുന്നത്. ഓം വന്നു. ഓക്കെ. അടുത്തത് നമ. 5 പ്രാവശ്യം 5 ഇത് വരും. ഇത് പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ സങ്കല്പം. 5 അക്ഷരങ്ങളെയാണ് ഇങ്ങനെ കോർത്ത് നമ്മളിങ്ങനെ ഇതിങ്ങനെ ചേർത്ത് വെക്കും. ബന്ധിപ്പിച്ചു സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയും. ഇനി ഇതിന്റെ പോലെ ഞാനിത് കണ്ടിട്ടുള്ള അനുഭവമാണ്. ഇതിപ്പോൾ തൂങ്ങുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇത് സമയം. ഇതാണ് കച്ച എന്ന പേരിൽ. ഇത് ശിവന്റെ നാഗത്തിനോട്, ശിവന്റെ കഴുത്തിലെ പാമ്പിനോടാണ് ഈ ഒരു കച്ചയെ ഉപമിക്കുന്നത്. ഇനി ഇത് ഈ 6 ശാസ്ത്രങ്ങളെ എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. കാരണം വളരെ കൗതുകമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിന് ഇത്രയും ഓരോ ഭാഗങ്ങളുണ്ട്. ഇതിന് അതിനൊരു ശാസ്ത്രീയതയുണ്ട്. ഈ ഒരു എന്താ പറയുക, ഞാൻ തോളിലേറ്റാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ആ ഒരു സങ്കല്പത്തിൽ തോളിലേറ്റാൻ പോവാണ്. ഓക്കെ. അത് വളരെ നല്ല കാര്യം. ഇത് പ്രത്യേകം എനിക്ക് ഇതൊരു ഇത്ര വിശേഷപ്പെട്ട് ഞാനിത് കേട്ടിട്ടില്ല. ഇടയ്ക്കെക്കുറിച്ച് പല ഇത്ര എന്താ പറയുക, ആ ചരടുകൾ ഒരു 3 ചരട് ഇങ്ങോട്ടാണ് അല്ലേ? അതെ, 3 എണ്ണം ഈ ഒരു ഇതിലേക്ക് മുമ്പിലെ വട്ടത്തിലേക്ക്, 3 എണ്ണം ഈ ഭാഗത്തിൽ. അപ്പോൾ ഇത് ഒരു തരത്തിൽ ശബ്ദ നിയന്ത്രണത്തിനും കൂടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്.
അപ്പോൾ ഇതിന്റെ മുൻഭാഗം ആയി. ഇനി ഇതിന്റെ പുറകിലെ ഭാഗം, പുറകിലെ വട്ടത്തെ ബന്ധിപ്പിക്കുന്നു. യെസ്, ഇതേപോലെ തന്നെ മൂന്ന് ചരട് ഇവിടേക്കും 3 അവിടെ. ഓക്കെ. അപ്പോൾ ആള് ജോലി കഴിഞ്ഞാൽ ഇത് മടക്കി പിടിച്ച് അതെ നമ്മൾ അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത് തൂക്കി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ. സാധാരണ നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ അഴിച്ച് എല്ലാം സെപ്പറേറ്റ് ഭാഗമാക്കി. വളരെ 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 താങ്ക്സ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംഭവം ഞാൻ ഇതുവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കേട്ടിട്ട് പിന്നെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഒന്ന് അടുത്ത് തൊടാനും എൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഇതിപ്പോ റെഡി. സൂപ്പർ. കച്ച എന്ന് പറയുന്ന ഇതെല്ലാം ഇങ്ങനെയായി കണ്ടോ. താങ്കൾ അതുകൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇതാ എല്ലാത്തിനെയും ബന്ധിപ്പിച്ച്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അതായത് കൊട്ടേണ്ട സ്ഥാനം ഇവിടെയാണ്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇടയ്ക്ക് കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം സംഗതികൾ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ശാസ്ത്രങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇതിനെ സാധ്യമാക്കുന്നത് കേട്ടോ. അതൊക്കെ ഇനി അടുത്ത സംഗതിയിൽ നിങ്ങൾ ചേർത്ത് വെച്ച് ഇനി 64 കലകളിലേക്ക് കൊണ്ടുവരണം. ഭാരതത്തിൽ 64ഓളം കലകളുണ്ട്. ഇതെന്തിനാ, ഇതിന്റെ ശാസ്ത്രീയത എന്താണ്? ശാസ്ത്രീയത എന്ന് വെച്ചാൽ ഈ പറയുന്ന പൂർണ്ണത വരണമെങ്കിൽ ഇപ്പോൾ ദൈവീകത വാദ്യമായി ഇനി ഇതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാം. ഭൂമിയിലെ നമ്മളെ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ്. കലയെ ജനകീയവൽക്കരിക്കുകയാണ്, അതായത് ഒരു പോപ്പുലർ. അപ്പം അതിന് വേണ്ടിയിട്ട് കല ഇത് 8 എണ്ണമാണ് ഒരെണ്ണം. 8 എണ്ണമാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ അതിന്റെ പൊടുപ്പും തൊങ്ങലും എന്നൊക്കെ പറയുന്നില്ല, ഒരു ഭംഗിന്റെ കാര്യത്തിലാണ് സത്യം വിചാരിച്ചത്. പക്ഷേ ഇതിനുള്ളിൽ എന്തോ ഒരു ശാസ്ത്രീയത ഉണ്ട്. എന്താ ഇതിന്റെ ഒരു 64 കലകളാണ്. ഭാരതത്തിൽ 64 കലകളാണ് ഇങ്ങനെ സങ്കല്പം. അപ്പൊ ഈ കലകളെ ഈ എടയ്ക്ക എന്ന് പറയുന്ന ഈ ആദ്യത്തെ കല ചെയ്യാണ്. ആദ്യത്തെ വേദം, ഇത് വേദമാണ്, ഇത് കല. ഓക്കെ, 4 എണ്ണം ഉണ്ട്, ഒരു വേദമായി. അപ്പോൾ ഋഗ്വേദം, ഓക്കെ, യജുർവേദം, ഇനി സാമവേദം. എന്ത് രസമാണില്ലേ നോക്കി നിങ്ങൾ, എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു പൊടുപ്പും തൊങ്ങലും വെക്കുന്നത് അല്ലേ, ഇത്ര മനോഹരമായിട്ടാണ്. ഭയങ്കര 4 ഓക്കെ, 4 വേദങ്ങളിൽ 64 കലകൾ. ഓ സൂപ്പർ. ഇനിയുള്ളത് അതിന് വേറൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ ധൃതിയായി, ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ധൃതിയായി. ഇനിയിപ്പം അത് നിർവഹിച്ചേ പറ്റുള്ളൂ. കോല് കൊണ്ട് കൊട്ടുക. ഈ കോലിന്റെ പ്രത്യേകത അതുകൂടി പറയാം. ശരിക്കും വളവ് പതിമുഖത്തിന്റെ കോലാണ്. ഓക്കെ, പതിമുഖത്തിന്റെ കോല് കൊട്ടി, അത് കൊട്ടുമ്പോൾ ഈ വളവുള്ള ഭാഗമാണ് കൊട്ടേണ്ടത്. ഓക്കെ, എനിക്ക് ധൃതിയായി, ശരിക്കും പറയാൻ ധൃതിയായി. ഇതെന്തായാലും ഇടയ്ക്ക ഉള്ളത് സപ്തസ്വരമുള്ള വാദ്യമാണ് ഇടയ്ക്ക. ഓക്കെ, ഒരേ സമയം കൊട്ടാനും ഒരേ സമയം വായിക്കാൻ കഴിയുന്ന ഒരു വാദ്യമാണ് ഇടയ്ക്ക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കൊട്ടാം. ഓക്കെ, പഞ്ചമം എന്ന് പറയുന്ന ശ്രുതിയിലാണ് ഇടയ്ക്ക എപ്പോഴും ഉള്ളത്. പഞ്ചമം സപ്തസ്വരം അറിയാലോ, അതിൽ പഞ്ചമം വായിക്കാം. നിഷാദത്തില്. ഓക്കെ, പഞ്ചമത്തില്. ഷഡ്ജത്തില്. ഈ 3 സ്ഥാനം കൊട്ടി കൈ കൊട്ടി. ഭയങ്കര രസമായിട്ട്. കാരണം വെച്ചാൽ ഈ ഇടയ്ക്ക വാദ്യം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം ആരാധനാ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ളിലാണ്, ദേവൻ്റെ ഉള്ളിലാണ് കൊട്ടിപ്പാടുന്നത്. ഇങ്ങനെ അടുത്തെത്തി തൊടാനും പിടിക്കാനും സത്യം പറയുക ഇതാദ്യമായിട്ടാണ് പറ്റിയത്. അത് നടക്കാൻ വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഒരു അനുഗ്രഹമുള്ള കലാകാരൻ്റെ അടുത്തെത്തി ഇത് കേൾക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ. കലയ്ക്ക് എന്തായാലും തുറവൂർ രാകേഷ് എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഈ മേഖലയിലേക്ക് വളരട്ടെ എന്നുള്ളൊരു മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഈ
വാദ്യ ഉപകരണത്തെ ഇടയ്ക്ക് ഇത്ര വിപുലമായ രീതിയിൽ വളരെ ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി. താങ്ക്സ് എ ലോട്ട്. അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാത്തിരിക്കാം. വളരെ വളരെ വ്യത്യസ്തമായുള്ള വീഡിയോ ആയിട്ട് കൂടാതെ നമ്മളെ ഈ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണം. ദയവായി സപ്പോർട്ട് ചെയ്യുക.